നമസ്കാരം, ഞാൻ സിജി ജോസ്. പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. ചേർപ്പ് മുത്തുള്ളിയാലിൽ സ്വകാര്യ ബസും ജീപ്പും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. സംസ്ഥാനത്ത് പ്രാദേശിക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടും വൈദ്യുതി ഉപയോഗത്തിൽ സർവകാല റെക്കോർഡ്. വ്യാഴാഴ്ച ഉപയോഗിച്ചത് 114.18 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി. വെള്ളിക്കുളം വലിയ തോട്ടിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നു, ദുരിതത്തിൽ ജനങ്ങൾ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊടകര യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടത്തി. ചിയാറം വിജയമാത പള്ളിയിലെ സംയുക്ത തിരുനാളിന് കൊടിയേറിയതായി ഇടവക വികാരി ഫാദർ ജെയ്സൺ പുലിക്കോട്ടിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ചേർപ്പ് മുത്തുള്ളിയാലിൽ സ്വകാര്യ ബസും ജീപ്പും തമ്മിൽ കൂട്ടിയിടിച്ച് ജീപ്പ് യാത്രക്കാരായ 2 പേർ മരിച്ചു. ബസ്സിലെ യാത്രക്കാരായ 5 പേർക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ മുത്തുള്ളിയാൽ ഗ്ലോബൽ സ്കൂളിന് സമീപമാണ് അപകടം. അമിത വേഗത്തിൽ വന്ന ജീപ്പ് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കവേ അപകടത്തിൽപ്പെടുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. 2 പേരാണ് ജീപ്പിലുണ്ടായിരുന്നത്. ഇവരെ ഏറെ നേരത്തെ പ്രയത്നത്തിനൊടുവിലാണ് പുറത്തെടുത്ത് കുറുക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. സംസ്ഥാനത്ത് പ്രാദേശിക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടും വൈദ്യുതി ഉപയോഗത്തിൽ സർവകാല റെക്കോർഡ്. 114.18 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് വ്യാഴാഴ്ച ഉപയോഗിച്ചത്. ഇതോടെ പ്രാദേശിക നിയന്ത്രണങ്ങൾ ശക്തമാക്കാൻ KECB തീരുമാനിച്ചു. പ്രതിസന്ധി 10 ദിവസത്തിനകം പരിഹരിക്കപ്പെടുമെന്നാണ് KECBയുടെ വിലയിരുത്തൽ. വ്യാഴാഴ്ച ചേർന്ന ഉന്നതതല യോഗത്തിലാണ് സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് വേണ്ടെന്നും ബദൽ നിയന്ത്രണങ്ങൾ മതിയെന്നുമുള്ള തീരുമാനമെടുത്തത്. പിന്നാലെ വൈദ്യുതി ഉപഭോഗത്തിൽ സംസ്ഥാനത്ത് സർവകാല റെക്കോർഡ് ഉണ്ടായി. വ്യാഴാഴ്ച ഉപയോഗിച്ചത് 114.18 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ്. പുറത്തുനിന്നും എത്തിച്ച വൈദ്യുതിയിലും റെക്കോർഡാണ്. 92.10 ദശലക്ഷം യൂണിറ്റാണ് പുറത്തുനിന്നും എത്തിച്ചത്. പീക്ക് സമയ ആവശ്യകത 5797 മെഗാവാട്ട് എത്തി റെക്കോർഡിട്ടു. പ്രാദേശിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ഉപഭോഗം കുറയാത്തത് ബോർഡിനെ ആശങ്കപ്പെടുത്തുന്നു. വെള്ളിക്കുളം വലിയ തോട്ടിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നു. പ്ലാസ്റ്റിക് മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളിലാക്കി നിക്ഷേപിക്കുന്ന ജൈവ മാലിന്യങ്ങളുമാണ് തോട്ടിൽ അടിഞ്ഞുകൂടുന്നത്. വേനൽ ചൂട് കടുത്തതോടെ കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനുമായി തോടിനെ ആശ്രയിക്കുന്നവർക്ക് വെള്ളത്തിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യം ദുരിതമായിട്ടുണ്ട്. തോട്ടിൽ പല ഭാഗങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ള ഷട്ടറുകളിലാണ് മാലിന്യം അടിഞ്ഞുകൂടിയിട്ടുള്ളത്. മഴ പെയ്ത് തോട് കവിഞ്ഞൊഴുകുമ്പോൾ ഈ മാലിന്യങ്ങൾ അത്രയും ഇരുകരകളിലായുള്ള കൃഷിയിടങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. ചെട്ടിച്ചാൽ, വാസുപുരം, നരയൻകുറ്റി എന്നിവിടങ്ങളിലെ ഷട്ടറുകളോട് ചേർന്നുള്ള പാടങ്ങളിൽ ഓരോ വർഷവും വൻതോതിലാണ് ഇത്തരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വന്നടിയുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊടകര യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം ജില്ലാ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഷാജി കാളിയങ്കര അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബാബു, ട്രഷറർ ജോഷി നെടുമ്പാക്കാരൻ, ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് സിൻഡോ ദേവസി, വനിതാ വിംഗ് പ്രസിഡന്റ് ജാൻസി വിൽസൺ, PP ശശിധരൻ എന്നിവർ പ്രസംഗിച്ചു. പുതിയ പ്രസിഡന്റായി ഷാജി കാളിയങ്കരയെയും സെക്രട്ടറിയായി ബാബു ജോർജിനെയും ട്രഷററായി ജോഷി നെടുമ്പാക്കാരനെയും തെരഞ്ഞെടുത്തു. മറവാഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം മെയ് 11-നും മഹോത്സവം മെയ് 12-നും ആഘോഷിക്കും. മെയ് 11-ന് രാവിലെ 5:30-ന് ഗണപതി ഹോമം, 6:30-ന് സഹസ്ര കുംഭാഭിഷേകം, 9-ന് പഞ്ചവിംശതി, പഞ്ചഗവ്യം, 12-ന് അന്നദാനം എന്നിവയാണ് പരിപാടികൾ. വൈകിട്ട് കരോക്കെ ഗാനമേള ഉണ്ടായിരിക്കും. മെയ് 12 മഹോത്സവ ദിനത്തിൽ രാവിലെ 9-ന് പകൽപൂരവും, രാവിലെ 10-ന് നവകം, പഞ്ചഗവ്യം, വൈകുന്നേരം 4-ന് ഉച്ചശീവേലിയും നടക്കും. മുപ്ലിയം പുളിയാനിക്കുന്നിൽ നടന്നുവന്നിരുന്ന നീന്തൽ പരിശീലന ക്യാമ്പ് സമാപിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TG അശോകൻ അധ്യക്ഷനായി. നീന്തൽ താരം CR രാജന്റെ നേതൃത്വത്തിൽ ആദ്യഘട്ടത്തിൽ 2 ബാച്ചുകളിലായി 70 കുട്ടികളാണ് പരിശീലനം പൂർത്തീകരിച്ചത്. മെയ് ആദ്യവാരം അടുത്ത ബാച്ചിലെ 30 കുട്ടികൾക്കായി ക്യാമ്പ് ആരംഭിക്കും. കോർഡിനേറ്ററായ AT ജോസിന്റെ ഉടമസ്ഥതയിലുള്ള കുളത്തിലാണ് പരിശീലനം നടത്തിയത്. ഏപ്രിൽ 3-ന് നടത്തിയിരുന്നു. 40 കുട്ടികളായിരുന്നു. പിന്നീട് ഒരു 30 കുട്ടികളോട് കൂടി ചേർന്ന് 70 കുട്ടികളോളം നീന്തൽ പരിശീലനം നടത്തി. വളരെയധികം
വളരെയധികം സന്തോഷം തോന്നുന്നു. ഇന്നിവിടെ എല്ലാ കുട്ടികളും 70ഓളം കുട്ടികൾക്കാണ് നീന്തൽ പരിശീലനം കിട്ടി. അവരുടെ മുഖം തന്നെ കണ്ടാലറിയാം. ഇപ്പോൾ ഏതൊരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളൊരു വഴുതി വീണാൽ തന്നെ രക്ഷപ്പെടാനുള്ള എല്ലാ ത്രാണിയും കൈവരിച്ചിരിക്കുകയാണ്. ഇവിടെ 2 ആഴ്ച മുന്നേ നമ്മുടെ രാജമാഷും അതുപോലെ തന്നെ ജോസ് മാഷും അടക്കം വീട്ടിൽ വരുന്നുണ്ടായി. ഇവിടെ സ്വിമ്മിംഗ് പൂള് ഇതൊക്കെ ഉള്ള കാര്യം നമുക്കറിയില്ലായിരുന്നു. ഇവർ പുഴയിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടോയെന്ന് ചോദിച്ചു. നമ്മുടെ അപ്പോൾ പ്ലായിപ്പാറ വിരിച്ച പാറയാണ്, അവിടെ നല്ല സൗകര്യങ്ങളുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാർ അനുകൂല തൊഴിലാളി സംഘടനകൾ തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങൾ മറന്ന സാഹചര്യമാണ് ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്നതെന്ന് INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി പറഞ്ഞു. INTUC സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് തൃശൂർ K കരുണാകരൻ സ്മാരക ഹാളിൽ പതാക ഉയർത്തിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെയും കേന്ദ്രത്തിലെയും സർക്കാരുകൾ നിരന്തരമായി തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്ന നടപടിക്കെതിരെ യോജിച്ച പ്രക്ഷോഭത്തിന് INTUC മുൻകൈയെടുക്കുമെന്നും സുന്ദരൻ കുന്നത്തുള്ളി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ സംസ്ഥാന നിർവാഹക സമിതി അംഗം ആന്റണി കുറ്റൂക്കാരൻ, TM കൃഷ്ണൻ, ജില്ലാ ഭാരവാഹികളായ VA ഷംസുദ്ദീൻ, KN നാരായണൻ, AT ജോസ്, ജോൺസൺ ആവോക്കാരൻ, PG സെബാസ്റ്റ്യൻ, MR രവീന്ദ്രൻ എന്നിവർ സന്നിഹിതരായി. ഒല്ലൂർ ചിയാറം വിജയമാത പള്ളിയിലെ പരിശുദ്ധ മാതാവിന്റെയും വിശുദ്ധ യൗസേ പിതാവിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറിയതായി ഇടവക വികാരി ഫാദർ ജെയ്സൺ പുലിക്കോട്ടിൽ ഒല്ലൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 11, 12, 13 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. തിരുനാളിന്റെ ഭാഗമായി ഇടവകയിലെ നിർധന കുടുംബത്തിന് ഒരു വീട് നിർമ്മിച്ചു നൽകുകയും 10 വീടുകളുടെ പുനരുദ്ധാരണം ഏറ്റെടുത്ത് നടത്തുകയും ചെയ്യുന്ന പ്രവൃത്തികൾ അവസാനഘട്ടത്തിലാണ്. കൂടാതെ തിരുനാളിന്റെ വരുമാനത്തിന്റെ 10% ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുന്നുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് രക്തദാന ക്യാമ്പ്, ക്യാൻസർ രോഗികൾക്കുള്ള ചികിത്സാ സഹായം, ഡയാലിസിസിനുള്ള സഹായം എന്നിവയും വിതരണം ചെയ്യും. ശനിയാഴ്ച വൈകിട്ട് 4-നുള്ള കുർബാനയ്ക്ക് ശേഷം കൂട് തുറക്കൽ ശുശ്രൂഷയ്ക്ക് ഫാദർ ജോയ് മൂക്കൻ കാർമ്മികനാകും. വൈകിട്ട് വിവിധ മേഖലകളിൽ നിന്നുള്ള അമ്പെഴുന്നള്ളിപ്പുകൾ രാത്രി 10-ന് പള്ളിയിൽ സമാപിക്കും. ഞായറാഴ്ച 10-ന് നടക്കുന്ന തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ലിൻസ് മേലെപ്പുറം മുഖ്യ കാർമ്മികനായിരിക്കും. വൈകിട്ട് 4:45-ന് തിരുനാൾ പ്രദക്ഷിണം, ഫാൻസി വെടിക്കെട്ട്, വാദ്യമേളം. തിങ്കളാഴ്ച ഇടവകയിലെ മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാന രാവിലെ 6:30-ന് നടക്കും. വാർത്താ സമ്മേളനത്തിൽ ഡീക്കൻ സച്ചിൻ കല്ലിങ്ങൽ, ട്രസ്റ്റി റാഫി യു തട്ടിൽ, ജനറൽ കൺവീനർ വിപിൻ ജോസ് എരിഞ്ഞേരി, പബ്ലിസിറ്റി കൺവീനർ വിജോ ജോയ് പല്ലിശ്ശേരി, PRO PR മനോജ് എന്നിവർ പങ്കെടുത്തു. 11, 12, 13 ദിവസങ്ങളിലാണ് ചിയാരം വിജയമാത പള്ളിയുടെ തിരുനാൾ ആഘോഷം. ഇന്ന് തിരുനാളിന്റെ കൊടിയേറ്റമായിരുന്നു രാവിലെ. ഇന്നു മുതൽ തിരുനാളിന്റെ ഏറ്റവും അടുത്ത ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ തിരുനാളിന് 3 കാര്യങ്ങളിലാണ് ശ്രദ്ധ കൊടുത്തിരിക്കുന്നത്. ഒന്ന്, ആത്മീയ കാര്യങ്ങളിൽ. അതിന്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ 4 ദിവസം ഒരു ബൈബിൾ കൺവെൻഷനും മറ്റുമൊക്കെ കഴിഞ്ഞു. മെയ് 11 ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ഫാദർ ജോയ് മൂക്കനാണ് നമുക്ക് തിരുനാള് കുർബാന, അതായത് ശനിയാഴ്ചത്തെ കുർബാനയും അതിനുശേഷം കൂട് തുറക്കുന്ന നേതൃത്വം കൊടുക്കുന്ന യുവജനങ്ങൾ തന്നെയാണ്. കാരണം നമ്മൾ പ്രാവശ്യം യുവജനങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ പെരുന്നാളിന് തിരുനാൾ കുറച്ചുകൂടി യുവജനങ്ങളോട് അടുക്കട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു നേതൃത്വം കൊടുത്തിട്ടുള്ളത്. കൊടകര തേശ്ശേരി സെന്റ് മേരീസ് പള്ളിയിലെ വിശുദ്ധ യൗസേ പിതാവിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ഇരിങ്ങാലക്കുട രൂപത മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മഞ്ഞളി കൊടികയറ്റം നിർവഹിച്ചു. വികാരി ഫാദർ ജെയിൻ കടവിൽ സഹകാർമ്മികനായി. കൈക്കാരന്മാരായ ബെന്നി കള്ളിയത്തുപറമ്പിൽ, ജോണി ചെങ്ങിനിയാടൻ, മനു കള്ളിയത്തുപറമ്പിൽ, ജനറൽ കൺവീനർ ഷിബു കള്ളിയത്തുപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 11, 12 തീയതികളിലാണ് തിരുനാൾ ആഘോഷങ്ങൾ. 11-ന് രാവിലെ ഫാദർ ലിജോ കോങ്കോത്തിന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന. ഉച്ചകഴിഞ്ഞ് 2:30-ന് വീടുകളിലേക്ക് അമ്പ്, വള, ലില്ലി എഴുന്നള്ളിപ്പ്. രാത്രി 9:50-ന് അമ്പ്, ലില്ലി, വള പ്രദക്ഷിണം പള്ളിയിൽ സമാപിക്കൽ. 12-ന് രാവിലെ ഫാദർ തേജസ് കുറ്റിക്കാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുനാൾ പാട്ടുകുർബാന. ഫാദർ ഡെൽബി തെക്കുംപുറത്തിന്റെ സന്ദേശം. ഉച്ചകഴിഞ്ഞ് 4-ന് വിശുദ്ധ കുർബാന, തുടർന്ന് പ്രദക്ഷിണം എന്നിവയുണ്ടാകും. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലെ ഇടവക മധ്യസ്ഥന്റെ ഊട്ടുതിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. ഞായറാഴ്ച രാവിലെ 6:30-നുള്ള വിശുദ്ധ കുർബാനയ്ക്കു ശേഷം വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ഊട്ടുവെഞ്ചിരിപ്പ് നിർവഹിക്കും. 8:30-ന് ഫാദർ സിബിൻ വാഴപ്പിള്ളിയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയുണ്ടാകും. 10-നുള്ള തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ ലിൻസ് മേലെപ്പുറം മുഖ്യ കാർമ്മികത്വം വഹിക്കും.
ഫാദർ വിൻസെന്റ് ആലപ്പാട്ട് സന്ദേശം നൽകും. തുടർന്ന് കുഞ്ഞുങ്ങൾക്കുള്ള ചോറൂണുണ്ടാകും. ഉച്ചകഴിഞ്ഞ് 4-ന് നടക്കുന്ന സെന്റ് ജോസഫ് ഫാമിലി കുർബാനയ്ക്ക് ഇടവകയിലെ വൈദികർ കാർമ്മികരാകും. തുടർന്ന് ഭക്തി നിർഭരമായ പ്രദക്ഷിണം ഉണ്ടാകും. നവീകരണം പൂർത്തിയാക്കിയ ആളൂർ വരപ്രസാദനാഥ പള്ളിയുടെ വെഞ്ചിരിപ്പും പുനഃപ്രതിഷ്ഠയും ഈ മാസം 5-ന് നടക്കും. ഉച്ചകഴിഞ്ഞ് 2:30-ന് ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർപ്പോളി കണ്ണൂക്കാടൻ വെഞ്ചിരിപ്പ് നിർവഹിക്കും. പള്ളിയുടെ ജൂബിലി വർഷം ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കും. ഇടവക ദിനാഘോഷം തിങ്കളാഴ്ച വൈകുന്നേരം നടക്കും. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് 400 രൂപയാണ് കുറഞ്ഞത്. വ്യാഴാഴ്ച പവന് 560 രൂപയും ബുധനാഴ്ച 800 രൂപയും കുറഞ്ഞിരുന്നു. വിപണിയിൽ സ്വർണ്ണവില കൂടിയും കുറഞ്ഞും ചാഞ്ചാടുകയാണ്. ഒരു പവൻ സ്വർണത്തിന്റെ വെള്ളിയാഴ്ചത്തെ വിപണി വില 52,600 രൂപയാണ്. 4 ദിവസങ്ങൾക്ക് ശേഷമാണ് വ്യാഴാഴ്ച സ്വർണ്ണവില ഉയർന്നത്. വീണ്ടും വില കുറഞ്ഞത് സ്വർണ്ണാഭരണ ഉപഭോക്താക്കൾക്ക് ആശ്വാസ വാർത്തയാണ്. 1 ഗ്രാം സ്വർണത്തിന് 50 രൂപ കുറഞ്ഞ് 6,575 രൂപയായി. രാജ്യത്ത് പുതിയ ATMകൾ സ്ഥാപിക്കാൻ ഒരുങ്ങി ഹിറ്റാച്ചി പേയ്മെന്റ് സർവീസസ്. പുതിയതായി അവതരിപ്പിക്കുന്ന ATMകൾ എപ്പോൾ വേണമെങ്കിലും ക്യാഷ് റീസൈക്ലിംഗ് മെഷീനാക്കി മാറ്റാൻ സാധിക്കുന്നവയാണ്. ഒരേ സമയം പണം പിൻവലിക്കാനും പണം നിക്ഷേപിക്കാനും സാധിക്കുന്നവയാണ് ക്യാഷ് റീസൈക്ലിംഗ് മെഷീനുകൾ. മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരമാണ് ഹിറ്റാച്ചി പേയ്മെന്റ് സർവീസ് പുതിയ ATMകൾ നിർമ്മിച്ചിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും പരിഷ്കരിക്കാവുന്ന തരത്തിൽ ഇത് ആദ്യമായാണ് രാജ്യത്ത് ATMകൾ സ്ഥാപിക്കുന്നതെന്ന് കമ്പനി അറിയിച്ചു. രാജ്യത്ത് നിലവിൽ 2,64,000 ATMകളാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ 76,000 എണ്ണം ഹിറ്റാച്ചിയാണ് നിർമ്മിച്ചത്. അടുത്ത 8 വർഷത്തിനുള്ളിൽ 100,000-ഓളം ക്യാഷ് റീസൈക്ലിംഗ് മെഷീനുകൾ സ്ഥാപിക്കാൻ സാധിക്കും എന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെല്ലാം ഇപ്പോൾ ബാങ്കുകൾ ക്യാഷ് റീസൈക്ലിംഗ് മെഷീനുകൾ ആണ് സ്ഥാപിക്കുന്നത്. ബാങ്കിന്റെ ശാഖകളിലെത്തി മാത്രം പണം നിക്ഷേപിക്കുന്ന സംവിധാനം ബാങ്കുകളിൽ തിരക്കുണ്ടാക്കുന്നു എന്നത് കണക്കിലെടുത്താണ് ക്യാഷ് റീസൈക്ലിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്നത്. അതേസമയം ഗ്രാമീണ മേഖലകളിൽ എല്ലാം ഇപ്പോഴും ATMകൾ മാത്രമാണ് ഉള്ളത്. ഇവിടെ പണം പിൻവലിക്കാൻ മാത്രമാണ് ഇടപാടുകാർക്ക് അവസരം ഉള്ളത്. ക്യാഷ് റീസൈക്ലിംഗ് മെഷീനുകൾ കൂടുതലായി സജ്ജമാക്കുന്നതോടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. ഹിറ്റാച്ചി പുതിയതായി നിർമ്മിച്ച ക്യാഷ് റീസൈക്ലിംഗ് മെഷീനുകളിൽ UPI ഉപയോഗിച്ച് പണം പിൻവലിക്കാനും നിക്ഷേപിക്കാനും സാധിക്കും. അടുത്തയിടെയാണ് റിസർവ് ബാങ്ക് ATMകളിൽ UPI വഴി പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനുമുള്ള അവസരം ഒരുക്കണമെന്ന് ബാങ്കുകളോട് ആവശ്യപ്പെട്ടത്. ഇതോടെ ക്യാഷ് ഡിപ്പോസിറ്റ് മെഷീനുകളിൽ UPI വഴി പണം നിക്ഷേപിക്കാൻ സാധിക്കും. ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് ഇതുവരെ പണം നിക്ഷേപിക്കാൻ കഴിഞ്ഞിരുന്നത്. UPI വഴി പണം പിൻവലിക്കുന്നതോടൊപ്പം നിക്ഷേപിക്കാനും ATM വഴി സാധിക്കും. നടൻ ജയറാമിന്റെ മകൾ മാളവിക ജയറാം വിവാഹിതയായി. വെള്ളിയാഴ്ച രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ചായിരുന്നു വിവാഹം. UK-യിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റായി ജോലി ചെയ്യുന്ന പാലക്കാട് സ്വദേശിയായ നവനീത് ഗിരീഷാണ് വരൻ. ഇരുവരുടെയും കുടുംബാംഗങ്ങളും നടൻ സുരേഷ് ഗോപിയും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ഈ വർഷം ജനുവരിയിൽ കുടകിൽ വെച്ച് മാളവികയുടെയും നവനീതിന്റെയും വിവാഹ നിശ്ചയം നടന്നിരുന്നു. നെന്മാറ കീഴേപ്പാട്ട് കുടുംബാംഗമായ ഗിരീഷ് മേനോന്റെയും വത്സയുടെയും മകനാണ് നവനീത് ഗിരീഷ്. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 28 ഡിഗ്രി സെൽഷ്യസ്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗം ഡോക്ടർ അവധിയിൽ പോയതിനാൽ മെയ് 30 വരെ യൂറോളജി OP ഉണ്ടായിരിക്കുന്നതല്ലെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയിച്ചു. പുതുക്കാട് പ്രചോദി നികേതൻ കോളേജിൽ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗത്തിലേക്ക് സീനിയർ റിസർച്ച് ഫെല്ലോയെ ആവശ്യമുണ്ട്. യോഗ്യത MSc സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയത്തിൽ 55% മാർക്കും കുറഞ്ഞത് 2 വർഷം ഗവേഷണ പരിചയമുള്ളവർക്കും അപേക്ഷിക്കാം. 3 വർഷത്തേക്കുള്ള CSIR പ്രോജക്റ്റിലേക്കാണ് അപേക്ഷകൾ ക്ഷണിക്കുന്നത്. 35,000 രൂപയും HRAയുമാണ് പ്രതിമാസ ഫെല്ലോഷിപ്പ് തുക. അപേക്ഷകർ shree-lakshmin@prajodinikedhan.edu.in എന്ന ഇമെയിലിൽ മെയ് 15 മുൻപായി എല്ലാവിധ രേഖകളും അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9428482845 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6,575 രൂപ, പവന് 52,600 രൂപ. പുലക്കാട്ടുക്കര മുല്ലശ്ശേരി ശോഭന അന്തരിച്ചു. 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സഹദേവനാണ് ഭർത്താവ്. സനൽ, സീന എന്നിവർ മക്കളും ഭാവന, രാജേഷ് എന്നിവർ മരുമക്കളുമാണ്.
നെല്ലായി വയലൂർ പള്ളത്ത് കോരൻ ഭാര്യ കാളി അന്തരിച്ചു. 101 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മക്കൾ വേലായുധൻ, കുട്ടപ്പൻ, രാമൻകുട്ടി, ചന്ദ്രൻ, കുമാരി. കൊടകര മറ്റത്തൂർക്കുന്ന് കാവനാട് മഠത്തിൽ രാധ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സുബ്രനാണ് ഭർത്താവ്. സംസ്കാരം നടത്തി. ബൈജു, മീന എന്നിവർ മക്കളും സുമ, രാജേഷ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ചേർപ്പ് മുത്തുള്ളിയാലിൽ സ്വകാര്യ ബസും ജീപ്പും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. സംസ്ഥാനത്ത് പ്രാദേശിക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടും വൈദ്യുതി ഉപയോഗത്തിൽ സർവകാല റെക്കോർഡ്. വ്യാഴാഴ്ച ഉപയോഗിച്ചത് 114.18 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി. വെള്ളിക്കുളം വലിയ തോട്ടിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നു. ദുരിതത്തിൽ ജനങ്ങൾ. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കൊടകര യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടത്തി. ചിയാരം വിജയമാത പള്ളിയിലെ സംയുക്ത തിരുനാളിന് കൊടിയേറിയതായി ഇടവക വികാരി ഫാദർ ജെയ്സൺ പുലിക്കോട്ടിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.